ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർ അതിരപ്പള്ളി റൂട്ടിലുള്ള വാഴച്ചാൽ ഫോറസ്റ്റ് ട്രക്കിങ്ങിനാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ദൂരമുണ്ട് ഈ വാഴച്ചാൽ ഫോറസ്റ്റ് ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട്. വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോയിന്റ് ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസ് എല്ലാം കാണാൻ വരുന്ന അതേ റൂട്ടിൽ കൂടെ തന്നെയാണ് ഈ വാഴച്ചാൽ ഫോറസ്റ്റ് ട്രക്കിങ്ങിനും നമ്മൾ വരേണ്ടത്. ഒരുപാട് അനിമൽസ് ആൻഡ് ബേർഡ് സൈറ്റിങ്സ് നമുക്ക് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. അവിടെ നിന്ന് ഒരു 7:30ക്കാണ് ആക്ച്വലി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആളുകൾ വരുന്നതിനനുസരിച്ച് ഒരു 8:30 വരെ അവർ വെയിറ്റ് ചെയ്യും. ഞങ്ങൾ ഏകദേശം ഒരു 8 മണി ആയപ്പോഴാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു ഗൈഡഡ് ട്രക്കിംഗ് ആണ്. നമ്മളൊരു ഡാമിന് സൈഡിൽ കൂടെയാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡാമിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ജീവികളെ കണ്ടിരുന്നു. ഇപ്പോൾ ഈ മലയണ്ണാനെ എല്ലാം നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ കണ്ടതാണ്. ഇത് ആക്ച്വലി ഒരു ഈസി ട്രക്കിംഗ് ആണ്. നമുക്ക് കുന്നുകളും കയറ്റങ്ങളൊക്കെ വളരെ കുറവാണ്. ചെറിയ 1-2 കയറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ആൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് സർഫേസ് ആണ്. പിന്നെ ഒരുപാട് മരങ്ങളുള്ള നല്ലൊരു ട്രക്കിംഗ് പാത്ത് ആയതുകൊണ്ട് നമുക്ക് വെയിലൊന്നും അധികം അടിക്കില്ല. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലെ സെൻറ്റ് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൽ ലഞ്ചും ഒരു സ്നാക്സും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് 1200 രൂപയാണ് ട്രക്കിംഗ് ഫീസ് ഉണ്ടായിരുന്നത്. അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസായിട്ട് തോന്നി. സ്നാക്സ് ഇവർ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഇലയപ്പം അതുപോലെയുള്ള സ്നാക്സ് ആണ്. സോ അത് നല്ലതായിരുന്നു. അതുപോലെ ലഞ്ച് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ഒരു പകുതി ദൂരം പിന്നിടുമ്പോഴേക്കും ഇവർക്കൊരു ക്യാമ്പ് ഉണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ഇടയിൽ ഒരുപാട് റെസ്റ്റിംഗ് പ്ലേസസ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ട്രീ ഹട്ട് എല്ലാം ഒരു റെസ്റ്റിംഗ് പ്ലേസ് പോലെ അവർ ബിൽഡ് ചെയ്ത് വെച്ചതാണ്. സോ നമ്മളിപ്പോൾ ട്രക്കിങ്ങിൻ്റെ പകുതി ദൂരം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ക്യാമ്പ്. ഇവിടെ നിന്നാണ് നമുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം. സോ ക്യാമ്പിന് ചുറ്റും ട്രഞ്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ക്യാമ്പിന് ചുറ്റും പുഴയുള്ളതിനാൽ മൃഗങ്ങളെല്ലാം ഒരുപാട് ഇറങ്ങും. പ്രത്യേകിച്ച് ആനകൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ട്രഞ്ച് പണിതിരിക്കുന്നത്. സോ ലഞ്ച് കഴിച്ച് ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബാക്കി റിട്ടേൺ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ പച്ചലയുടെ ഇടയിൽ കാണുന്നത് ആക്ച്വലി പച്ചലിപ്പാമ്പാണ്. അപ്പോൾ എലിയും പുള്ളിക്കാരനും ഒരേ കളറായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കില്ല. വല്ല പയറുവള്ളിയൊക്കെ കിടക്കുന്ന പോലെ തോന്നും. പക്ഷെ അതൊരു പച്ചലിപ്പാമ്പാണ് ആക്ച്വലി. ഈ കാട്ടിൽ നമ്മുടെ സിംഹവാലൻ കുരങ്ങനും അതുപോലെ തന്നെ കരിങ്കുരങ്ങൊക്കെ ഒരുപാടുണ്ട്. മെയിനായിട്ട് അവരുടെ വാലിൻ്റെ നീളം വെച്ചിട്ടാണ് നമ്മൾ ഏത് കുരങ്ങനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കരിങ്കുരങ്ങനെ ഒരുപാട് കണ്ടിരുന്നു. ശരിക്കും മരത്തിലിരിക്കുന്ന ദൂരെ നിന്ന് കണ്ട നമ്മളൊരു ആളിരിക്കുന്ന പോലെ തോന്നും. നമ്മുടെയൊക്കെ അത്ര ഹൈറ്റ് ഉണ്ട്. ഈ 8 നമ്മൾ നാട്ടിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അത്യാവശ്യം നല്ല വിഷമുള്ള ഇനത്തിൽ പെട്ട ഒരു 8 പൊതുവേ നല്ല കളർഫുള്ളായിട്ടുള്ള മൃഗങ്ങളെല്ലാം കുറച്ച് വിഷമുള്ള പോയ്സണസ് ആയിരിക്കും. സോ അതുകൊണ്ട് അതിനെയൊക്കെ തൊടാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ പക്ഷികളെ ഒരുപാട് കണ്ടിരുന്നു. മെയിനായിട്ട് വേഴാമ്പൽ ഒരുപാടുണ്ട്. നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി അത്ര പോരാ. നമ്മൾ ഒരു നോർമൽ വ്ളോഗിങ് ക്യാമറയും പിന്നെ ഫോണും മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ദൂരെയുള്ള ബേർഡ്സിനെ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പൊതുവേ ഒരുപാട് കാടുകളിൽ പോയിട്ടുണ്ടെങ്കിലും വേഴാമ്പലിനെ അങ്ങനെ കാണാറില്ല. സോ ഈ വാഴച്ചാൽ ഫോറസ്റ്റ് ട്രക്കിങ്ങിന് വന്ന ഇങ്ങനെയുള്ള റെയർ ബേർഡ്സിനെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മലയണ്ണാന്മാർ, നമ്മൾ നാട്ടിലൊക്കെ സാധാരണ അണ്ണാന്മാരെ കാണുന്ന പോലെയാണ് ഇവിടെ മലയണ്ണാന്മാർ. ഒരുപാട് എണ്ണം ഉണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ക്യാമറ റെൻറ്റിനെടുത്ത് വരുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഒരുപാട് നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടി മലയണ്ണാൻ്റെയും വേഴാമ്പലിൻ്റെയും ഒക്കെ. പക്ഷേ നല്ല ക്യാമറ ഇല്ലാത്തത് കൊണ്ട് പലതും നമുക്ക് മിസ്സായി. പക്ഷെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഏകദേശം ഒരു 3:30 ഞങ്ങളുടെ ട്രക്കിംഗ് കഴിഞ്ഞു. നമ്മൾ വണ്ടിയിലാണ് വന്നത്. സോ തിരിച്ച് അതിരപ്പള്ളി റൂട്ടിൽ തന്നെ റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചു. സോ ആ വഴി പോകുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ നമ്മളെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ചാലക്കുടി പുഴയുടെ സൈഡിൽ കൂടെയാണ് ആക്ച്വലി പോകുന്നത് അതിരപ്പള്ളി റൂട്ടിൽ പോകുമ്പോൾ. സോ ആ പുഴയിൽ ആന ഇറങ്ങിയ സമയമാണ്. നമുക്ക് ക്യാമറയൊക്കെ കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ കാണാൻ പറ്റുമെന്ന് അവർ പറഞ്ഞു.
പുഴയുടെ അക്കരെ സൈഡിലാണ് ആന ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി. എന്തായാലും ട്രക്കിങ്ങിന് പോയിട്ട് നമുക്ക് ആനയൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ട്രക്കിങ് കഴിഞ്ഞാലെങ്കിലും നമുക്ക് ആ സൈറ്റ് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ അപ്പം തന്നെ ചാടി ഇറങ്ങി. നോക്കുമ്പോൾ 2 ആനകൾ ഉണ്ടായിരുന്നു ആക്ച്വലി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞതനുസരിച്ച് ഈ 2 പേരും ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു 6 മണിയാവുന്നതോടുകൂടി പുഴ ക്രോസ് ചെയ്യും. പുഴ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് റോട്ടിൽ കയറും. റോട്ടിൽ കയറുന്നവരെ കുഴപ്പമില്ല, നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. ഇങ്ങോട്ട് റോട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പോകുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. സോ നമ്മളെന്തായാലും 6 മണി വരെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളവിടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 4 മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തിയപ്പോൾ 2 മണിക്കൂറോളം ഉണ്ട്. എന്നാലും നമ്മൾ അവരെ ക്രോസ് ചെയ്യുന്നത് കാണാമെന്നെല്ലാം വിചാരിച്ച് അവിടെ ഇരുന്നു. ആക്ച്വലി ആന ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. ഏകദേശം ഒരു 6:30 വരെ വെയിറ്റ് ചെയ്തു, സൺസെറ്റ് എല്ലാം കണ്ടു. പക്ഷേ ആന പുഴ ക്രോസ് ചെയ്യുന്നത് മാത്രം കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിനിയിപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഇരുട്ടാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബാഗെല്ലാം എടുത്തു, ക്യാമറ എല്ലാം എടുത്തു വെച്ച് പോകാൻ തുടങ്ങി. അപ്പോൾ കറക്റ്റായിട്ട് 2 പേരും ക്രോസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ എല്ലാ ബാഗിൽ സെറ്റ് ചെയ്തതോടുകൂടി 2 ആനകളും പുഴ ക്രോസ് ചെയ്തു. പക്ഷേ നോർമലി അവർ വളരെ ക്ലോസ് ആയിട്ടാണ് ക്രോസ് ചെയ്യുക. നമ്മളെ കണ്ടത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, കുറച്ച് ദൂരത്തു കൂടെയാണ് ക്രോസ് ചെയ്തത്, നല്ല ഡിസ്റ്റൻസിലാണ്. സോ നമുക്കിവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ നല്ല സൂം ലെൻസുള്ള ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ക്യാമറയിൽ അത്ര ക്ലാരിറ്റിയിലൊന്നും കിട്ടിയില്ല. നമുക്കെന്തായാലും ഫോറസ്റ്റ് ട്രക്കിങ്ങിന് പോയ സമയത്ത് ആനേനെ കാണാൻ പറ്റിയില്ല. സാധാരണ വാഴച്ചാൽ ഫോറസ്റ്റ് ട്രക്കിങ്ങിന് പോയാൽ അതൊക്കെ കാണാൻ പറ്റാറുണ്ട്. പക്ഷെ നമുക്ക് അപ്പം കാണാൻ പറ്റിയില്ല. ബട്ട് വരുന്ന വഴിക്ക് നമുക്ക് ആനകളെ കാണാൻ പറ്റി. അതും ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്തു. സോ ഇതൊക്കെയാണ് നമ്മുടെ വാഴച്ചാൽ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ. ഇതൊരു അഫോർഡബിൾ ട്രക്കിംഗ് ആണ്. ഒരാൾക്ക് പെർ ഹെഡ് 1200 രൂപയാണുള്ളൂ. അതുപോലെ തന്നെ 1 ഡേ ട്രക്കിംഗ് ആണ്. നമുക്കൊരു വീക്കെൻഡ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോയി വരാം. ഈസി ട്രക്കിംഗ് പാത്താണ്. ഒരുപാട് അനിമൽസ് ആൻഡ് ബേർഡ് സൈറ്റിങ്സ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ട്, നിങ്ങളൊരു ബിഗിനറാണ്, ഫോട്ടോഗ്രാഫി എല്ലാം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രക്കിംഗ് പാത്ത് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് വാഴച്ചാൽ ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ്. സോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.